സ്റ്റേജ് നോട്ട് ദ പോയിന്റ് യുവർ ഓണർ സ്റ്റേജാണ്. സ്റ്റേജിലേക്ക് വിളിച്ചു കയറ്റുന്നത് ഒരു പുരുഷനാണ്. ഓക്കെ, പുരുഷൻ സ്റ്റേജിലേക്ക് വിളിച്ചു കയറ്റുന്നു. ആരെയാണ് വിളിച്ചു കയറ്റുന്നത്? അത് സ്ത്രീകളെയാണ് വിളിച്ചു കയറ്റുന്നത്. വെറും സ്ത്രീകളെയാണോ? അല്ല, സ്ത്രീകളുടെ കയ്യിൽ കുട്ടികളുണ്ട്. അപ്പോൾ പെൺകുട്ടികൾ വരെയുള്ള സ്ത്രീകൾ അവരെയാണ് സ്റ്റേജിലേക്ക് വിളിച്ചു കയറ്റിയിട്ട് ഇതേപോലെ അവാർഡ് കൊടുക്കുന്നത് എന്ന് നമ്മൾ ആലോചിക്കണം. അപ്പോൾ ഇതൊരു തരത്തിൽ നോക്കിയാൽ കേരളത്തിന്റെ മണ്ണിൽ ഇതൊരു വലിയൊരു നവോത്ഥാനത്തിന്റെ ഒരു ചൂടും ഒക്കെ നമുക്ക് സമ്മാനിച്ച ഒരു ചിത്രമാണ്, അല്ലെങ്കിൽ ഒരു അവാർഡ് ദാന ചടങ്ങാണ് നമുക്ക് പറയാം. കാരണം ഇതിന് മുന്നേ മറ്റൊരു അവാർഡ് ദാന ചടങ്ങ് നടത്തിയപ്പോൾ അത് വലിയ പ്രശ്നമായതാണ്. എന്തായിരുന്നു അത്? 10ാം ക്ലാസ് പാസ്സായപ്പോൾ ഒരു പെൺകുട്ടിക്ക് സമ്മാനം അവാർഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് സ്വന്തം ബാപ്പയാണെന്ന് തോന്നുന്നു, അല്ല മഹൽ കമ്മിറ്റിയിൽ ആരുമാണെന്ന് തോന്നുന്നു, വിളിച്ചപ്പോൾ കുട്ടി കയറി വന്നപ്പോൾ അത് വലിയ പ്രശ്നമായി. അപ്പോൾ അവിടെ ചോദിക്കുന്നുണ്ടായിരുന്നു, പെൺകുട്ടികളൊക്കെ ഇങ്ങനെ വിളിക്കാൻ പാടുണ്ടോ, കുട്ടികളുടെ രക്ഷിതാക്കളല്ലേ വിളിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിങ്ങൾ സംസാരിക്കുന്നതൊക്കെ കേട്ടാണ്. അപ്പോൾ ഏതായാലും അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് വലിയൊരു നവോത്ഥാനത്തിൻ്റെ ആ ഒരു ചുടുകാറ്റാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു കാഴ്ച അതിവിടെ നമുക്ക് കാണാനിടയാകുന്നു. സ്ത്രീകൾ അരങ്ങ് തകർക്കുന്ന കാഴ്ച. ഇവരുടെ നേട്ടം എന്താണെന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. വല്ല എയറോസ്പേസ് സ്റ്റേഷനിലേക്ക് വല്ലതും പോയതോ, അല്ലെങ്കിൽ വല്ല വിമാനം ഇടിച്ച് കയറ്റിയതോ, അതല്ലെങ്കിൽ മറ്റേ പുട്ടുണ്ടാക്കിയത് ഉന്നക്കായ ഉണ്ടാക്കിയതിൻ്റെ ഒന്നുമല്ല. ഇത് പ്രസവിച്ചതിൻ്റെയാണ്. അതും വീട്ടിൽ പ്രസവിച്ചു എന്നുള്ളതിൻ്റെ ആ ഒരു അവാർഡ് ദാനമാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ ഏതായാലും നമ്മളുടെ ഇപ്പോൾ മരണപ്പെട്ട അവാർഡ് വാങ്ങാൻ കഷ്ടപ്പെട്ട് വലിയ തോതിൽ ബുദ്ധിമുട്ടി വീട്ടിൽ പ്രസവിച്ച്, പക്ഷേ നിർഭാഗ്യം എന്ന് പറഞ്ഞൊരു സാധനമല്ലോ, അള്ളാഹു പെട്ടെന്ന് വിളിച്ചതുകൊണ്ട് അവിടെ അവാർഡിന് കാത്തു നിൽക്കാൻ കഴിഞ്ഞാൽ അതിന് മുന്നേ തന്നെ പെട്ടെന്ന് തന്നെ സ്വർഗ്ഗത്തിലേക്ക് പോകേണ്ടി വന്ന ഒരു മുസ്ലിം വനിത. ആ മുസ്ലിം വനിത അവരിനി എങ്ങനെ അവാർഡ് വാങ്ങും എന്നുള്ളതായിരുന്നു എൻ്റെ ചിന്ത. അപ്പോൾ ഇന്നെയാണ് ഞാൻ ആലോചിച്ചത് അതിന് ഇസ്ലാമിൽ തന്നെ വഴിയുണ്ടല്ലോ എന്നുള്ളത്. ആ കുട്ടിയുടെ ഉപ്പം ജീവനോട് ഇരിപ്പുണ്ട്, അല്ലെങ്കിൽ രക്ഷിതാക്കൾ ആരെങ്കിലും ജീവനോട് ഇരിപ്പുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് വന്നിട്ട് ഇതേപോലെ അവാർഡ് വാങ്ങാവുന്നതാണ്. പക്ഷേ അപ്പോഴൊരു കുഴപ്പമുണ്ട്. അടുത്ത തവണ അവാർഡ് വാങ്ങാൻ വരുമ്പോൾ ജീവനോടെയുള്ള സ്ത്രീകൾ വേറെ ഉണ്ടാകുമ്പോൾ അവിടെ എങ്ങനെ അവർ തമ്മിൽ ഒരു മറ കിട്ടും എന്നുള്ളതാണ് അവിടുത്തെ വലിയൊരു കുഴക്കുന്ന പ്രശ്നമാവാൻ സാധ്യത. അത് എനിക്ക് തോന്നുന്നു അവരെങ്ങനെയൊക്കെ പരിഹരിക്കുമായിരിക്കും. കാരണം പരിഹാരമുള്ള ഒരു മതമാണല്ലോ ഇസ്ലാം. അപ്പോൾ ഏതായാലും അതിനുള്ള വഴി അവർ കണ്ടെത്തിയിട്ടുണ്ട്. മറ്റൊരു മറ അവിടെ കെട്ടിക്കൊണ്ട് വലതുവശത്ത് സ്ത്രീകൾ, ഇടതുവശത്ത് പുരുഷന്മാർ എന്നൊക്കെ പറഞ്ഞ മാതിരിയൊക്കെ നിർത്തി അവിടെ എങ്ങനെയെങ്കിലും അവാർഡ് അവർ കൊടുത്തോളൂ എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഏതായാലും അവാർഡ് വാങ്ങാൻ വേണ്ടിയിട്ട് അടുത്ത വർഷത്തെ വീട്ടിൽ പ്രസവിച്ചതിൻ്റെ അവാർഡ് വാങ്ങാൻ നമ്മളോടൊപ്പം ഇല്ലാതെ പോയ ആ സഹോദരിക്ക് എല്ലാ ഭാവങ്ങളും ഞാനിവിടെ നേരുകയാണ്. അവർക്ക് ഇഹത്തിലും പരത്തിലും ആഖിറത്തിലും ഒക്കെ എല്ലാ മഗ്ഫിറത്തും നൽകിക്കൊണ്ട് അള്ളാഹു അവർക്ക് വളരെ വിശാലമായ ആ ഒരു സ്വർഗ്ഗ പൂങ്കാവനം ഒരുക്കിയിട്ടുള്ളതിൽ എത്രയും പെട്ടെന്ന് തന്നെ ഓടിച്ചാടി കളിക്കാനുള്ള അവസരം അവർക്ക് ഉണ്ടാക്കണം. അതുകൂടാതെ അവർക്ക് അവിടെ ഹൂറന്മാരില്ല എന്ന് നമുക്കറിയാം. എന്നാൽ അവരുടെ ജീവനോടെയുള്ള ഇവിടെ നാട്ടിൽ ജീവിക്കുന്ന ആ ഹൂറൻ പുള്ളി ഇവിടെ ഇപ്പോഴും ജീവനോട് ഇരിപ്പുണ്ട്. എത്രയും പെട്ടെന്ന് അദ്ദേഹത്തെയും ഈ ഹൂറിമോളുടെ അടുത്തേക്ക് എത്തിച്ചുകൊണ്ട് അവർക്ക് അവരുടെ കുടുംബജീവിതം അവിടെ തുടരാനുള്ള അവസരം എത്രയും പെട്ടെന്ന് എത്തിച്ച് അവിടെ ശരിയാക്കി കൊടുക്കണമെന്ന് ഞാനിവിടെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. അതുകൂടാതെ ഇവരുടെ ഈ അവാർഡ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ആരോഗ്യത്തോടുകൂടി ഒരു വർഷം കൂടി കാത്തിരിക്കണമല്ലോ, അടുത്ത വർഷമല്ലേ ഇനി കൊടുക്കാൻ പറ്റുള്ളൂ. അതിന് വേണ്ടിയിട്ട് അവരുടെ രക്ഷിതാവ് വാപ്പ ഉണ്ടെന്നുണ്ടെങ്കിൽ വാപ്പ അവർക്ക് ഈ അവാർഡ് ഏറ്റുവാങ്ങാനുള്ള ആ ഒരു ആഫിയത്തും ആരോഗ്യവും അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. എല്ലാവരും ആമീൻ പറയൂട്ടോ, ആരും മുടക്കരുത്. അപ്പോൾ അങ്ങനെ എല്ലാ രീതിയിലും നമ്മൾ അവർക്ക് വേണ്ട പിന്തുണ നമ്മൾ അറിയിക്കുക. ഇതാണ് നമുക്കിവിടെ ചെയ്തു കൊടുക്കാനുള്ളത്. ഇവർക്ക് ആ കൂടി ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന കാര്യമാണ്. ഏതായാലും ഇതുപോലെ അവാർഡ് വാങ്ങിക്കുകയാണെങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങൾക്കൊക്കെ വേണം അവാർഡ് വാങ്ങിക്കാൻ. ഇത് എന്താ പറയുക, നമ്മളിപ്പോൾ എവറസ്റ്റ് കീഴടക്കുന്നു, അതല്ലെങ്കിൽ വല്ല എയറോപ്ലെയിൻ ഓടിക്കുന്നു, അതല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഇതൊക്കെ എന്തെല്ലാം കഷ്ടപ്പാടാണത്. പക്ഷേ ഇതിന് അത്ര വലിയ കഷ്ടപ്പാടില്ല. സ്വന്തം വീട്ടിൽ നമുക്ക് ഹോം ബേസ്ഡ് ആയിട്ട്, അതായത് നമ്മൾ കുടിൽ വ്യവസായമായിക്കൊണ്ട് തന്നെ നമുക്ക് അവാർഡ് വാങ്ങിക്കാനുള്ള സംവിധാനം അത് ഇസ്ലാം അല്ലാതെ വേറൊരു സ്ഥലത്ത് നിങ്ങൾക്ക് ഇതുപോലെ ഒരുക്കിയിട്ടില്ല എന്നുകൂടി നമ്മൾ ആലോചിക്കാം. മറ്റേതിനൊക്കെ നിങ്ങൾ നാട് തെണ്ടണം, പഠിക്കണം, പല കാര്യങ്ങൾ ചെയ്യണം. ഇതൊന്നും വേണ്ട. ഇത് നിങ്ങൾക്ക് എത്ര അവാർഡ് വേണമെങ്കിലും വാങ്ങാം. അതാണ് ഇതിലെ രസം. ഇത് 5ാമത്തെ അവാർഡ് വാങ്ങാനിരുന്ന ആളായിരുന്നു, അപ്പോഴാണ് കാറ്റ് പോയത്. പോട്ടെ, എന്തായാലും ഇതൊക്കെയാണ് ഇവിടെ സംഭവിച്ചത്. പോട്ടെ, ഇനിയിപ്പോൾ അത് പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യാൻ.